ഇപ്പോൾ ശ്രീ പി ജെ വിൻസെൻ്റ് വിദേശകാര്യ വിദഗ്ധൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വിൻസെൻ്റ്, ഇന്നലെ രാത്രി പുലർച്ചെ 1:45 പാകിസ്ഥാനിലും പക്കധീന കശ്മീരിലുമായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ സംയുക്ത നീക്കമുണ്ടായത്, കര നാവിക വ്യോമ സംയുക്ത നീക്കം ഉണ്ടായത്, ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിലുണ്ടായ ഒരു ആക്രമണത്തിൻ്റെ സ്വഭാവം, അതിനെ തുടർന്ന് ഒരു 15 ദിവസത്തിന് ശേഷം ഇന്ത്യ നടത്തുന്ന ഈ തിരിച്ചടി, ഏതൊക്കെ മാനങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള ഗൗരവമായ വിഷയങ്ങളും സാഹചര്യങ്ങളുമാണ് ഈ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടതായിട്ടുള്ളത്? ഇന്ത്യയുടെ തിരിച്ചടി നിർബന്ധമായും സംഭവിക്കുമെന്നുള്ളത് നമുക്കും ലോകത്തിനുമെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ റെസ്പോൺസും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്, ദശാബ്ദങ്ങളായി അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്, ഉടനടി പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നൊക്കെ ട്രംപ് എക്സിൽ കുറിക്കുകയുണ്ടായി. ഇത് പാകിസ്ഥാനിലേക്ക് രണ്ടാമത്തെ വട്ടമാണ് ഇന്ത്യ പാക് മണ്ണിലേക്ക് യുദ്ധം എത്തിക്കുന്നത്. 2019 പുൽവാമയ്ക്ക് ശേഷമാണ് ഖൈബർ പഖ്തൂൺഖ പ്രോവിൻസിലുള്ള ബലാക്കോട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഇത്തവണ പഞ്ചാബ് പ്രോവിൻസിലുള്ള ഭഗവൻപൂർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ടെറർ ഫാക്ടറിയാണ് അവിടെ ഉള്ളത്. ജെയ്ഷെ ഇ മുഹമ്മദിന്റെ തലവൻ 1999 814 വിമാനത്തിൽ നമ്മൾ കണ്ടഹാറിൽ കൊണ്ടുപോയി കൊടുത്ത ആളാണ്. അദ്ദേഹം സ്ഥാപിച്ച ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഭഗവൻപൂർ, പഞ്ചാബ് പ്രവിശ്യയിലുള്ള ഭഗവൻപൂർ. അവിടെയാണ് ഒരു ആക്രമണം നടത്തിയത്. ബാക്കി 2 ആക്രമണങ്ങളും ഇപ്പം കോട്ട്ലയാണെങ്കിൽ പൂഞ്ച് ഡിസ്ട്രിക്റ്റിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. പൂഞ്ച് നദിയുടെ കരയിലുള്ള ചെറിയൊരു ഒരു പട്ടണമാണ്, 50,000-ൽ താഴെ ആളുകൾ വസിക്കുന്ന ഒരു കേന്ദ്രം. അപ്പൊ കോട്ടല അറ്റാക്ക് ചെയ്തു. പിന്നെ പാക് അധീന കാശ്മീരിന്റെ തലസ്ഥാനമായ മുഷറാബാദ് അറ്റാക്ക് ചെയ്തു. ഇങ്ങനെ 9 ഇടങ്ങളിൽ ഇന്ത്യയുടെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഗൈഡഡ് ആയിട്ടുള്ള മിസൈൽ ആക്രമണം ഉണ്ടായി. എത്ര ആളുകൾ 12 ആളുകൾ കൊല ചെയ്യപ്പെടുകയും 55 ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട്. അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതാണ്. എന്തായാലും പാകിസ്ഥാന്റെ മണ്ണിലേക്ക് ഇന്ത്യ യുദ്ധം എത്തിച്ചിരിക്കുന്നു എന്നതാണ്. പക്ഷേ അത് നേരിട്ട് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് പകരം ഭീകര റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങളും പരിശീലന കേന്ദ്രങ്ങളുമാണ് ആക്രമിച്ചത് എന്ന് അടിവരയിട്ട് പറഞ്ഞതിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യം ഇതിൽ ഇടപെടേണ്ടതില്ല. അഥവാ പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരന്നു കിടക്കുന്ന ടെററിസ്റ്റ് നെറ്റ്വർക്കിനെ തകർക്കുക. അത് ചിലപ്പോൾ രാജ്യാതിർത്തി കടന്നും യുദ്ധം ചെയ്യേണ്ട വരും. മറ്റു പല രാജ്യങ്ങളും അത് ചെയ്യുന്നുണ്ട്. ആ പാത ഇന്ത്യ പിന്തുടരുന്നു എന്ന മെസ്സേജ് ഗ്ലോബൽ കമ്മ്യൂണിറ്റിക്ക് നൽകാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ഒരു പ്രസ്താവന വന്നത്. രണ്ടാമത് ഞാൻ കാണുന്നത് ജസ്റ്റിസ് ഈസ് സെർവ്ഡ്, നീതി നടപ്പാക്കി എന്നാണ് നമ്മുടെ സൈന്യത്തിന്റെ മെസ്സേജ് വന്നത്. കാര്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായോ എന്നുള്ളത് സംശയമാണ്. കാരണം പഹൽഗാം എന്ന് പറയുന്ന ഒരു ഹെയ്നസ് ക്രൈമാണ്. സാധാരണ മനുഷ്യരെ ആണ് കൊലപ്പെടുത്തിയത്. അതിന്റെ ഒരു മാനം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. അപ്പം സാധാരണക്കാരായ മനുഷ്യരെ ടെറിഫൈ ചെയ്ത് അവരെ കൊലപ്പെടുത്തി അത് സൃഷ്ടിച്ചിട്ടുള്ള ഒരു മാനസിക ആഘാതം ചെറുതല്ല. അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാവണം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് ആരോപത്തിൽ ഉണ്ടായോ എന്നുള്ളത് അതിന്റെ മറ്റ് വിശദാംശങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ഒരു തിരിച്ചടി നൽകും. ആ തിരിച്ചടി ഇപ്പോൾ നൽകിയിരിക്കുന്നു. ഇത്രയും 15 ഏപ്രിൽ 22-നാണല്ലോ പഹൽഗാം ആക്രമണം ഉണ്ടായത്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ ഇനി തുടർ റിറ്റാലിയേഷൻ ഉണ്ടാകുമോ? 3 ലക്ഷ്യങ്ങൾ കൃത്യമായി ഇന്ത്യൻ സൈന്യം മുന്നോട്ട് വെച്ചിരുന്നു. ഒന്നത് സാമ്പ്രദായികമായി തുടർന്നു വരുന്ന കൗണ്ടർ ടെററിസം, ഭീകരവാദത്തെ ചെറുക്കാനുള്ള നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തും. 2 റിറ്റാലിയേഷൻ ഉണ്ടാവും, പഹൽഗാമിന് തിരിച്ചടി നൽകും. അപ്പം ഈ 2 കാര്യങ്ങളും ഇപ്പോൾ നടത്തി കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് കൗണ്ടർ റിറ്റാലിയേഷൻ ആണ്. ഇന്ത്യയുടെ നടപടിയോട് പ്രതികരിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സൈനികമായിട്ടുള്ള നീക്കം ഉണ്ടാകുമോ? അതാണ് ഇനി ഉള്ള ഒരു പ്രതിസന്ധിയും പ്രശ്നവും. ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ ശ്രീ വിൻസെന്റ്, ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ ഈ പറഞ്ഞ മൂന്നാമത്തെ പ്രശ്നം, ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആക്രമണത്തിന്, ഇന്ത്യയുടെ തിരിച്ചടിക്ക് എങ്ങനെയാണ് പാകിസ്ഥാൻ്റെ മറുപടി എന്നുള്ളതും ഏതായാലും ഈ വിദഗ്ധരായ ആളുകളൊക്കെ അല്ലെങ്കിൽ രാജ്യവും വളരെയധികം ഉറ്റുനോക്കുന്നൊരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, അതേ തുടർന്ന് ഈ ആക്രമണം പാക് പ്രധാനമന്ത്രി തന്നെ സ്ഥിരീകരിച്ചു. അതേ തുടർന്ന് ഇപ്പോൾ അതിർത്തിയിൽ പാക് ഷെല്ലാക്രമണം നടത്തുന്നു എന്ന വിവരം
വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ അത്തരത്തിലേക്കൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകാം, ഏതൊക്കെയാണ് ജാഗ്രതയോടെ കരുതിയിരിക്കേണ്ടത്, എങ്ങനെയൊക്കെ തിരിച്ചടിക്കേണ്ടി വന്നേക്കാം എന്ന തരത്തിലേക്ക് വളരെ മാത്രമല്ല, ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനവുമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ മറുപടി എങ്ങനെ, പാകിസ്ഥാൻ എങ്ങനെ ഇതിനോട് സമീപിക്കുന്നു? ലോകരാഷ്ട്രങ്ങളൊക്കെ ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ കൂടുതൽ വിമർശിക്കുകയും ഒറ്റപ്പെടുത്തുകയും ട്രംപിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് താങ്കൾ തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ എങ്ങനെ പെരുമാറുന്നു എന്നതും പ്രധാനമാണ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ. തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു എസ്കലേഷൻ, ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഷെല്ലാക്രമണം അടക്കമുള്ള കാര്യങ്ങൾ പാക് അധീന കാശ്മീരും ഇന്ത്യക്കും ഇടയിലുള്ള LOCയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ ഏപ്രിൽ 22 ശേഷവും LOCയിൽ നിരന്തരമായി ഷെല്ലാക്രമണവും പാകിസ്ഥാൻ സൈന്യം നടത്തുന്നുണ്ട്. അതുകൊണ്ട് അതിൽ പുതുമയുള്ള കാര്യമല്ല. ഈ LOC കേന്ദ്രീകരിച്ച്, ലൈൻ ഓഫ് കൺട്രോൾ കേന്ദ്രീകരിച്ച് തുടർച്ചയായിട്ടുള്ള വെടിവെപ്പും ഷെല്ലാക്രമണവും സാധിക്കുന്ന രീതിയിലുള്ള ടെററിസ്റ്റ് ഇൻകേഷനും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനോട് അപ്പോൾ പ്രതികരിച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രതികരണമായിരിക്കും ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് പഞ്ചാബുമായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖല, പഞ്ചാബ്, അതുപോലെ ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ പാക് പ്രതിരോധം ഉണ്ടായാൽ, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സൈനിക നീക്കം ഉണ്ടായാൽ പൂർണ്ണമായിട്ടും കരസേന ഒരുപക്ഷെ ലാഹോറിൽ വരെ അങ്ങോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പം അത് പൂർണ്ണമായ ഒരു എസ്കലേഷനിലേക്ക് നയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതിനുള്ള സാധ്യത പ്രാഥമികമായി കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ, ദേശീയ സർക്കാർ, രാജ്യത്തെ സർക്കാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഭീകര കേന്ദ്രങ്ങളാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെയും മറ്റുമുള്ള പാക് പഞ്ചാബിലെ അല്ലെ പാക് അധീന കശ്മീരിലെ ഒക്കെ ആയിട്ടുള്ള കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഭീകര ക്യാമ്പുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് എന്ന നിലയ്ക്ക് തന്നെയാണ് ഇന്ത്യ ഈ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്. അതേസമയം തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും പാകിസ്ഥാൻ സൈന്യത്തിന് തന്നെ രംഗത്ത് വരേണ്ടി വരും. അതിനർത്ഥം എന്താണ്? ഈ ഭീകരർക്ക് വേണ്ടി, ഈ ഭീകര ക്യാമ്പുകൾക്ക് വേണ്ടി, ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചതിന് മറുപടിയായി പാക് സൈന്യത്തിന് ഇന്ത്യൻ സൈന്യത്തിന് നേരെ തിരിയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും. അത് ഈ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്താനല്ലേ ഉപകാരപ്പെടുക ആ രാജ്യത്തെ സംബന്ധിച്ച് നോക്കിയാൽ? അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ പോലെ ആ ഒരു കടുത്ത നടപടികളിലേക്ക് പോകാൻ പാകിസ്ഥാന് പല കാരണങ്ങളാലും കഴിയില്ല, പ്രത്യേകിച്ച് ആ രാജ്യത്തിൻ്റെ ഒരു ആഭ്യന്തര സാഹചര്യവും ഒക്കെ അതുകൂടി പരിശോധിച്ചാൽ. തീർച്ചയായിട്ടും അതെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എസ്കലേഷൻ, സമ്പൂർണ്ണ യുദ്ധത്തിന് തുടക്കം കുറിച്ചത് പാകിസ്ഥാനാണ് എന്ന സ്ഥിതി വരും. ഇപ്പൊ പാകിസ്ഥാനിലുള്ള ടെററിസ്റ്റ് ക്യാമ്പുകളെ പല രാജ്യങ്ങളും ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അവരുടെ ഖൈബർ പഖ്തൂൺഖ പ്രോവിൻസസിലെ പാക് താലിബാൻ നടത്തുന്ന എത്രയോ ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകളിൽ പാകിസ്ഥാൻ ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, താലിബാൻ അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. അപ്പൊ താലിബാൻ പാകിസ്ഥാനുള്ള ബന്ധങ്ങൾ മാറിയിരിക്കുക. ഇപ്പൊ 2012 പാകിസ്ഥാന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ISI മിലിറ്ററി പോലും, അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പോലും അറിയാതെയാണ് അബോട്ടാബാദിൽ അമേരിക്കൻ മറീനുകൾ ഇറങ്ങി ബിൻ ലാദനെ കൊലപ്പെടുത്തുന്നത്. അപ്പം അതുപോലെയാണ് ഇപ്പോൾ പാക് അധീന കാശ്മീർ മാത്രമല്ല, പാകിസ്ഥാന്റെ മറ്റുതര ഭാഗങ്ങളിലും നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കേന്ദ്രത്തെ ഒരു ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷന്റെ ഭാഗമായി, ഭീകരവിരുദ്ധ യുദ്ധത്തിന്റെ ഭാഗമായി ഇന്ത്യ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നെറേറ്റീവ്. അതിന് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ ഒരു അംഗീകാരവും ലഭിക്കും. അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കണമെങ്കിൽ 2 തരത്തിലേ പറ്റുള്ളൂ. ഒന്ന്, നമ്മുടെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യണം. 2, നമ്മുടെ സൈനിക കേന്ദ്രത്തെ അറ്റാക്ക് ചെയ്യണം. നമ്മുടെ സിവിലിയൻസിനെയോ നമ്മുടെ സൈനിക കേന്ദ്രങ്ങളെയോ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയുള്ളൂ. പാകിസ്ഥാനെ പിന്നെ തകർക്കുക എന്നതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോ 2 കാര്യമാണെങ്കിലും ഇപ്പൊ ഇന്ത്യൻ സൈന്യം പാക് സൈന്യത്തെ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാന് ഇന്ത്യയിലേക്ക് അറ്റാക്ക് നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്, സിവിലിയൻസിനെ ലക്ഷ്യം വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാരകമായ ഒന്നായിരിക്കും. അത് പാകിസ്ഥാനെ ഗ്ലോബൽ കമ്മ്യൂണിറ്റി, ഒരുപക്ഷെ ചൈനയുടെ പിന്തുണ പോലും അവർക്ക് ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടാവും. അപ്പൊ ഈ 2 ഓപ്ഷൻസും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ പഹൽഗാം ആക്രമണത്തിന് സ്വാഭാവികമായി റിറ്റാലിയേറ്റ് ചെയ്യാനുള്ള ഇന്ത്യൻ അവകാശമുണ്ട്. അത് ഇന്ത്യ വളരെ പ്രിസൈസ് ആയിട്ട് പ്രയോഗിച്ചിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ കരുതാൻ.
അതിന്റെ ബലക്കോട്ടിൽ നടന്നതുപോലെ തന്നെയാണ് ഇപ്പോഴും പഹൽഗാമിന് ശേഷവും സംഭവിച്ചിട്ടുള്ളത്. ഭീകര ക്യാമ്പുകൾക്ക് നേരെയുള്ള തിരിച്ചടിയോടുകൂടി ഈ പ്രശ്നങ്ങൾ അവിടെ ഒരു ലിമിറ്റ് യഥാർത്ഥത്തിൽ അതവിടെ പാകിസ്ഥാൻ അത് തിരിച്ചറിഞ്ഞാൽ വളരെ നല്ലത്. കാരണം അങ്ങനൊരു സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണത്തിന് തുനിഞ്ഞാൽ സ്വാഭാവികമായും താങ്കൾ പറഞ്ഞതുപോലെ രാജ്യത്തിനും തിരിച്ചടിക്കേണ്ടതായി വരും. ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ അത്തരമൊരു പശ്ചാത്തലത്തിലേക്കൊക്കെ പോയാൽ അത് എവിടെയാണ് അതിനൊരു ഒരു നിർത്തുണ്ടാവുക എന്നൊരു സംശയം പോലും യഥാർത്ഥത്തിൽ വരാം. കാരണം നമ്മളിപ്പോൾ റഷ്യ യുക്രൈനിൽ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ഒരു പശ്ചാത്തലം നോക്കിയാൽ അറിയാം. ഇതിനൊന്നും ഒരു അറുതിയില്ല, അല്ലെങ്കിൽ അതിനൊരു അന്ത്യമില്ലാത്ത വിധം ഇത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു യുദ്ധം എന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോയാൽ അത് കണക്കുകൂട്ടുന്നതിനപ്പുറത്തേക്കുള്ളൊരു അവസ്ഥയിലേക്ക് തന്നെയാകും അതിൻ്റെ ഒരു സഞ്ചാരം. അതിന് യാതൊരു സംശയവുമില്ലല്ലോ. തീർച്ചയായിട്ടും അതെ. സമ്പൂർണ്ണ യുദ്ധം എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അത്രയധികം പണം ചെലവുണ്ടാവും. നമ്മളൊക്കെ ഇവിടെയൊക്കെ നമുക്ക് സാലറി കിട്ടുമെന്നുള്ളത് പറയാൻ പറ്റില്ല. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടക്കില്ല. നമ്മൾ സങ്കല്പിക്കാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മുടെ രാജ്യവും പോവും. പക്ഷേ ഇപ്പൊ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ LOC കേന്ദ്രീകരിച്ച് കാശ്മീരില് 1948 ശേഷം സമാധാനം ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഇല്ല. അവിടെ നിരന്തര യുദ്ധം തന്നെയാണ്. പിന്നെ ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാൻ തെറ്റിപ്പോറ്റുന്ന തീവ്രവാദികൾ ഇന്ത്യയിലെ സാധാരണക്കാരെ അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തി എന്നതാണ് ഈ പ്രശ്നത്തിലുള്ള ഒരു വലിയ ആഗോള സമൂഹം കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് ആഗോള സമൂഹത്തിന് വ്യാപകമായിട്ടുള്ള പിന്തുണ ഇന്ത്യക്ക് കിട്ടുന്നത്. അതേസമയം പാകിസ്ഥാന്റെ മുൻകാലങ്ങളിൽ നിന്ന് ബലാക് ഹോട്ടലിൽ ഉണ്ടായ സമയത്തും ഇന്ത്യ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോയില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാക് ബന്ധങ്ങളിൽ സമ്പൂർണ്ണ വിച്ഛേദനം ഉണ്ടായി. അതായത് സാധ്യമായ ഏതാണ്ടൊരു കഴിഞ്ഞ 10 വർഷക്കാലമായി യാതൊരു തരത്തിലുമുള്ള നയതന്ത്ര ബന്ധമില്ലാത്ത അവസ്ഥയാണല്ലോ. അതെ, 2019 ശേഷം ലിമിറ്റഡ് ഡിപ്ലോമസിയാണ് ഉണ്ടായിരുന്നത്. അതായത് പുൽവാമയ്ക്ക് ശേഷം. അപ്പൊ അന്ന് നമ്മൾ എടുത്തിട്ടുള്ള പോളിസി ടെറർ ആൻഡ് ടോക്സ് വിൽ നോട്ട് ഗോ ടുഗദർ എന്നുള്ളതാണ്. അതായത് ഒരു ഭാഗത്ത് ഡിപ്ലോമാറ്റിക് ടേബിളില് ചർച്ച നടത്തുകയും മറുഭാഗത്ത് പാകിസ്ഥാൻ ഇങ്ങോട്ട് ടെററിസം കയറ്റി അയക്കുകയും ചെയ്യുന്നത് പറ്റില്ല. ഒന്നുകിൽ സൗഹൃദ ബന്ധവും അതല്ലെങ്കിൽ ടെററിസം, ഇത് ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മള് ബ്ലഡ് ആൻഡ് വാട്ടർ വിൽ നോട്ട് ഫ്ലോ ടുഗദർ എന്ന പോളിസി അടക്കം എടുത്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തരൂല എന്നുള്ളത്. അപ്പം വെള്ളത്തിന്റെ കാര്യത്തിൽ, അതുപോലെ നാവിക മേഖലയിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള കടൽ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം ഇപ്പോഴുണ്ടായിരിക്കുകയാണ്. അതുപോലെ വ്യോമ മേഖല, അതുപോലെ പോസ്റ്റൽ സർവീസസ് തുടങ്ങി ഇന്ത്യ പാക് അതിർത്തിയിലുള്ള സകല ആദാന പ്രധാനങ്ങളും അവസാനിച്ചു. സാമ്പത്തിക മേഖലയിലും സൈനിക മേഖലയിലും അതുപോലെ ഡിപ്ലോമസിയുടെ തലത്തിലും ഒക്കെ സമ്പൂർണ്ണ വിച്ഛേദനം പാകിസ്ഥാനുമായിട്ടുണ്ടാക്കി. പക്ഷെ ബലാക്കോട്ടിലോ അറ്റാക്കിന് മുമ്പ് അല്ലെങ്കിൽ ഉറിക്ക് ശേഷം ഒന്നും അത്തരത്തിലുള്ള ഒരു സിവിലിയൻ ആക്ഷൻസ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ സമ്പൂർണമായ വിച്ഛേദം ഈ മേഖലയിലെല്ലാം ഉണ്ടായി. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ഒരു എസ്കലേഷൻ ലാഡറിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും കടന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഉക്രൈൻ റഷ്യ യുദ്ധം പോലെയുള്ള ഒരു വലിയ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു സ്ട്രാറ്റജിക് റെസ്ട്രെയിൻസ്, തന്ത്രപരമായ ഒരു പ്രതിരോധം ഒക്കെ ഉയർത്തി പാകിസ്ഥാൻ ഈ വിഷയത്തെ സമീപിക്കുകയാണെങ്കിൽ ഈ ഒരു പക്ഷേ ഫർദർ എസ്കലേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതല്ലെങ്കിൽ വലിയ സംഘർഷത്തിലേക്ക് നീളും. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത് ഇന്ത്യയിലെ പൊതുജനാഭിപ്രായമാണ്. കാരണം പഹൽഗാമിലെ 26 ആളുകൾ കൊല ചെയ്യപ്പെട്ടതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്നുള്ളത് പരിശോധിക്കണം. അവിടെ സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായോ എന്നതും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായോ എന്നതും ഇന്ത്യൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത കൂടി ഭരണകൂടത്തിനുണ്ടാവും. അപ്പം അതാണ് ഏറ്റവും വലിയ ബാധ്യത. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നമില്ല. അവിടുത്തെ സൈന്യത്തിന് അവിടുത്തെ ജനങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല. ആ ജനങ്ങളെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സൈന്യവുമല്ല അവിടെയുള്ളത്. ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും സൈന്യത്തിന് അതിന്റെ തന്ത്രപരമായ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക്, സൈനിക മേധാവികളുടെ സ്വകാര്യമായ അധികാര താല്പര്യം, സാമ്പത്തിക താല്പര്യത്തിനപ്പുറത്തേക്കൊന്നും അവിടെ ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല.
ഇന്ത്യൻ ജനങ്ങളുടെ ഇടയിൽ വലിയ വ്യാപകമായ പ്രതിഷേധം, സങ്കടവും ദേഷ്യവും ഒക്കെ ഈ കൊലപാതകത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു ഹെയ്നസ് ക്രൈം ആയിരുന്നില്ല, ഹീനമായ കുറ്റകൃത്യമാണ് പഹൽഗാമിൽ സംഭവിച്ചത്. സാധാരണക്കാരായ ആളുകൾ അത് സ്ത്രീകളെ മാറ്റി നിർത്തി അവരുടെ പുരുഷന്മാരെ അവരുടെ മുന്നിൽ വെച്ച് വെടിവെച്ചു കൊല്ലുക എന്നൊക്കെ പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ക്രൂരത അതിലുണ്ടായി. അത് മാത്രമല്ല, ഇതിന്റെ കൂടെ ഒരു സ്ട്രാറ്റജിക് ചേഞ്ച് കൂടെ പാകിസ്ഥാൻ ടെററിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പണ്ട് ഇന്ത്യയിൽ വന്ന് അക്രമം നടത്തി ഇന്ത്യൻ സൈന്യത്തിന്റെയോ അല്ലെങ്കിൽ പോലീസിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയൊക്കെ വെടികൊണ്ട് മരിക്കുക, എന്നിട്ട് രക്തസാക്ഷിത്വം വരിക എന്നൊക്കെയുള്ള ജിഹാദിസത്തിന്റെ ആശയങ്ങളൊക്കെയാണ് ഇവർക്കുണ്ടായിരുന്നത്. പക്ഷേ പഹൽഗാമിൽ വന്നവർക്ക് ഒരു എക്സിറ്റ് പ്ലാനും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഇന്ത്യൻ സൈന്യത്തിന് വെടികൊണ്ട് ഭരിക്കാൻ വേണ്ടിയിട്ടല്ല അവർ വന്നത്. ഇവിടെ വന്ന് ആളുകളെ കൊലപ്പെടുത്തിയിട്ട് സുരക്ഷിതമായി പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാനുള്ള പദ്ധതി കൂടി അവർക്ക് ഉണ്ടായിരുന്നു, സേഫ് എക്സിറ്റ് കൂടി ഉണ്ടായിരുന്നു. അത് രണ്ട് കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഒന്നുകിൽ അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ ആളെ കിട്ടുന്നില്ല, ഇവിടെ വന്ന് പൊട്ടിത്തെറിച്ച് മനുഷ്യബോംബായിട്ട് പൊട്ടിത്തെറിച്ച് ചാകാൻ അവർക്ക് ആളെ കിട്ടുന്നില്ല. അതുകൊണ്ട് മാൻ പവർ ഷോർട്ടേജ് ഉള്ളത് കൊണ്ടായിരിക്കാം ഒന്ന്. മറ്റൊന്ന് പുതിയ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിരിക്കാം. രണ്ടാണെങ്കിലും ഇന്ത്യക്ക് വളരെ പ്രതിസന്ധിയാണ് ഇക്കാര്യത്തിൽ. അപ്പൊ ഇത്തരം ഘടകങ്ങളെല്ലാം ഭാവിയിൽ പരിശോധിക്കേണ്ട വരും. യെസ്, ശ്രീ വിൻസെൻ്റ്, വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട നിരവധി കാര്യങ്ങളാണ് താങ്കളിപ്പോൾ ഞങ്ങളുമായി സംസാരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. താങ്കൾ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ നിന്നുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാക് സൈന്യത്തെ സംബന്ധിച്ച് ഈ നയതന്ത്ര വിദഗ്ധരാകട്ടെ വിദേശകാര്യ വിദഗ്ധരാകട്ടെ ഇവരെല്ലാവരും പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നന്ദി ശ്രീ പി ജെ വിൻസെൻ്റ് ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന്. അതായത് പാക് സൈന്യത്തിനുമേൽ അവിടുത്തെ സർക്കാരിനുള്ള നിയന്ത്രണത്തെക്കാൾ വലുതാണ് അവിടുത്തെ ചാരസംഘടന ISIക്ക്, അതുപോലെ തന്നെ ഈ ഭീകര സംഘടനകൾക്ക് ജെയ്ഷെ, അതുപോലെ ലഷ്കർ ഭീകര സംഘടനകൾക്കൊക്കെയുള്ള സ്വാധീനം എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ അഭിമാനകരമായി തന്നെ ഏറ്റവും അധികം ഇന്ത്യൻ സൈനിക സംയുക്ത നീക്കം, ആ നീക്കത്തിലൂടെ ഈ പെഹൽഗാമിനൊരു തിരിച്ചടി വളരെ ശക്തവും കൃത്യവുമായി നടത്തുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം രാജ്യം ഒറ്റക്കെട്ടായ സൈനിക നീക്കത്തിനൊപ്പം നിൽക്കുന്നു. ഇന്ത്യൻ സംയുക്ത സൈനിക നീക്കം അത്ര പ്രധാനപ്പെട്ടതാണ്. കാരണം പെഹൽഗാമിൽ അങ്ങനെയാണ് 26 മനുഷ്യരുടെ ജീവൻ ഈ ഭീകരരാൽ ഇല്ലാതായി പോയത് എന്നത്, സിവിലിയൻസ് പൗരന്മാർ ആ നിലയിൽ ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.